അമ്മേ ഈ കാണാൻ കൊതിയാ ചെരിപ്പിച്ച് പോയാ എന്താ. അപ്പൊ ഞാൻ നമ്മുടെ മേക്കപ്പ് ചെയ്യാൻ വേണ്ടിട്ട് അച്ഛനെ വിളിക്കാണ്. അച്ഛ വരും. അപ്പൊ എന്റെ മുഖാണ് സൂപ്പർ ആക്കിയിട്ടുണ്ട്. പെർഫെക്റ്റ് ആണോ അച്ഛാ? റിസ്ക് ആണ് കഴിച്ച് ഈ സാധനം നോക്കട്ടെ. അച്ഛന് ഞാനും നേഹിയും കൂടാണ്ട് വേറൊരു കൊച്ചും കൂടി. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മുടെ തംബ്നെയിൽ കണ്ടിട്ടുണ്ട്, നമ്മളൊരു വെറൈറ്റി ചാലഞ്ച് ആയിട്ടാണ് വന്നിരിക്കുന്നത്. വേറെ ഒന്നുമല്ല, ബ്ലൈൻഡ് മേക്കപ്പ് ചാലഞ്ച്. ഇതിനായിട്ട് ഞാൻ ഒന്നും മേക്കപ്പിനെ കുറിച്ച് ഒരു അക്ഷരം പോലും അറിയാത്ത ഒരാളെയാണ് ഞാൻ വിളിക്കണേ. എന്റെ സ്വന്തം അച്ഛനെയാണ് ഞാൻ വിളിക്കണേ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാന് മുഖത്തൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. അപ്പൊ ഇതാണ് എന്റെ ഒരു ബേസ് കോൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യമുണ്ട്. ചെയ്യുമ്പോ ഞാനായിരിക്കും സാധനങ്ങൾ എന്താന്നൊക്കെ പറഞ്ഞു കൊടുക്കുക. കാരണം അച്ഛനൊരു ധാരണയില്ല ഇതെന്താന്നൊക്കെ. അത് പറഞ്ഞു കൊടുക്കും എന്തൊക്കെയാണ് സാധനങ്ങൾ എന്ന്. അപ്പൊ അച്ഛൻ അതിനനുസരിച്ച് കണ്ണ് കെട്ടിയിട്ട് അപ്ലൈ ചെയ്യും. അപ്പൊ നമ്മളൊക്കെ എങ്ങനെയായിരിക്കും അച്ഛൻ നല്ല വൃത്തിയിൽ ചെയ്യോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് കാണാം. എന്താവോ എന്തോ. ഇനി നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പൊ ഞാൻ നമ്മുടെ മേക്കപ്പ് ചെയ്യാൻ വേണ്ടിട്ട് അച്ഛനെ വിളിക്കാണ്. അച്ഛ വരും. കണ്ണ് കെട്ടാൻ റെഡി ആയിട്ട് നമുക്ക്. അച്ഛ ഓക്കെ ആണോ? സെറ്റ് ആണോ? സെറ്റ്. അപ്പൊ എന്റെ മുഖാണ് സൂപ്പർ ആക്കിയിട്ടുണ്ട്. അടിപൊളിയാണെന്നാട്ടാ പറയണേ. അപ്പൊ നമുക്ക് തുടങ്ങാല്ലേ? ഓക്കെ. ഇപ്പൊ എന്തെങ്കിലും കാണണ്ട? ഒന്നും കാണാലോ. അപ്പൊ ശൂന്യം. ഇതെത്ര? അപ്പൊ ഞാനാട്ടോ സാധനങ്ങൾ എടുത്തു കൊടുക്കണേ. കാരണം അച്ഛന് സാധനങ്ങൾ എന്താണെന്ന് അറിയില്ല. അപ്പൊ നമ്മള് മേക്കപ്പിന് ബേസ് ആയിട്ട് ഇടുന്ന ഒരു ഐറ്റം ഉണ്ട്. അതാണ് അതെ പ്രീ മേക്കപ്പ് എന്ന് പറഞ്ഞ ഈ സാധനം ഉണ്ട്. ഈ സാധനം കയ്യിൽ കൊടുക്കുക. ഞാൻ കയ്യിലിട്ടരാം. കയ്യിലിട്ടേ 2 ഡ്രോപ്പ്. ഇത് ജസ്റ്റ് അതിന്റെ ഫുൾ ഫേസിൽ അപ്ലൈ ചെയ്യണം. ഫേസിൽ അപ്ലൈ ചെയ്യണം. ഫേസ് തൊട്ട് ഇനി ബേസ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ അടുത്തത് എന്താണ് ഗൈസ്? ഫൗണ്ടേഷൻ ആട്ടോ. ലിക്വിഡ് പോകുന്ന ഒരു സാധനം ആട്ടാ. കയ്യില് ഞാൻ ഇട്ടരും. പിന്നെ ഇതിലൊരു സാധനം ഉണ്ട് കണ്ട, ബണ്ണ് പോലത്തെ ഒരു സാധനം. ഇതേ കണ്ട? അതെ. ഇതില് ഇങ്ങനെ കയ്യില് മുക്കിയിട്ട് വേണം. ഇതാണ് ഇതിങ്ങനെ മുക്കി കയ്യില് ഞാൻ ഒഴിച്ചു. അപ്പൊ ഇങ്ങനെ മുക്കിയിട്ട് വേണം എന്റെ മുഖത്ത് തേക്കാൻ. എല്ലായിടത്തും അപ്ലൈ ചെയ്യാം. അച്ഛൻ കഴുത്തിലിടണ്ട. കഴുത്തിൽ ചിലവരിടും. നമുക്ക് കഴുത്തിൽ കാണാം. മുഖം വൃത്തിയാക്കാൻ അവിടെ അല്ല. ഓക്കെ. ഐബ്രോസും ഇടാൻ പാടില്ല. എന്റെ ഐബ്രോസ് അടക്കം വെളുക്കും. ഇതാണ് ശരിക്കും വെളുക്കണ സാധനം. കണ്ണിന്റെ അവിടെ ഇടാം, കണ്ണിന്റെ മേലെ ഇടാം. കണ്ണടച്ചിട്ടായിരിക്കും. അടച്ചിട്ടിരിക്കും. കണ്ണടച്ച് പിടിച്ചോടാ. അടുത്ത് പിടിച്ചേ. എനിക്കറിയാം, ഞാൻ കണ്ടില്ലേ. ഞാൻ അവസാനം കാണുള്ളൂ കേട്ടാ. അച്ഛന്റെ മേക്കപ്പ് ഞാൻ അവസാനം കാണുള്ളൂ. ഇനി അടുത്ത നമ്മുടെ ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പുരികത്തുണ്ട്. ഇതുകൊണ്ട് തുടച്ചു. ഇത് വേറെ പെണ്ണ. അതെ ബ്യൂട്ടി പോയി. നമ്മുടെ മുഖത്തുള്ള പാടുകളൊക്കെ അല്ല, ഈ കണ്ണിന്റെ അടിയിൽ ഡാർക്ക് സർക്കിൾ കണ്ടിട്ടുണ്ടാ?
ആ ഡാർക്ക് സർക്കിൾ ഹൈഡ് ചെയ്യാനുള്ള ഒരു ഐറ്റം ആണിത്. ഇതിനെന്താ പറയാന്ന് എനിക്ക് അറിയാൻ പാടില്ല. അപ്പൊ ഇതിന് സ്പോഞ്ച് ഉണ്ട്, ഞാൻ തരാം. സ്പോഞ്ച് ആക്കിയിട്ട് തരാം. കാരണം കണ്ണിന്റെ അടിയില് ഡാർക്ക് സർക്കിൾ എന്താന്ന് വെച്ചാലേ ഇതിൽ 4 കളർ ഉണ്ട്. അപ്പൊ അച്ഛന് കുത്തുമ്പോ തെറ്റി കുത്തും. അപ്പൊ ഞാൻ ഓറഞ്ച് ആണ് ശരിക്കും കുത്തിയിട്ട് പിന്നെ ഇതിന്റെ തൊട്ടപ്പുറത്ത് ഈ കളർ എടുത്തിട്ട് നമ്മൾ അത് ഡാബ് ചെയ്ത് കളയും. അങ്ങനെ അപ്പൊ കുത്തി ഞാൻ തന്നിട്ടുണ്ട്, ബാക്കി അച്ഛൻ ചെയ്തു. കണ്ണിന്റെ അടിവശം കണ്ണ് അറക്കണോ? ഒന്നുകൂടി ഡാബ് ചെയ്ത് തന്നെ പോയിട്ടോ. റെക്കോർഡിംഗ് അല്ലേ, ഒന്ന് നോക്കട്ടെ. റെക്കോർഡിംഗ് എന്നിട്ട് നമ്മൾ ഇട്ടേ ആ സാധനം ഇട്ടു. ഇനി അത് ഫില്ല് ചെയ്യാൻ വേണ്ടിട്ട് ഞാൻ ഈ കളറ് മുക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. കണ്ണിന്റെ മേക്കപ്പ് അറിയാത്തോര് ഇത് കാണുമ്പോ മേക്കപ്പ് പഠിക്കൂട്ടാ, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. ടാപ്പ് ചെയ്തേ, ടാപ്പ് ചെയ്തേ. അതുണ്ട് അതുണ്ട് അത് തരാം. ഞാനൊരു ദിവസം മുഖത്ത് ചോപ്പിച്ചിട്ട് ഞാൻ പോയിട്ടേന്നാ. അപ്പൊ അച്ഛൻ്റെ അടുത്ത് ചോദിച്ചു മുഖത്ത് ആരും ഇടിച്ചേന്നാ, ഇതിന് മുഖത്തെന്താ പറ്റിയ ചോന്നിരിക്കണ്ടേ? ഞാൻ പറഞ്ഞു അത് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കണം. അതിന് ആ പൗഡറാണ് ഇപ്പൊ ചോദിക്കണേ. അപ്പൊ അതേ അടുത്തത് നമ്മള് ഫൗണ്ടേഷന്റെ ഇതെടുത്തിട്ടുണ്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിട്ട്, ചെയ്ത മേക്കപ്പ് സെറ്റ് ചെയ്യാൻ വേണ്ടിട്ട് പൗഡർ കേട്ടോ, സെറ്റിംഗ് പൗഡർ. ആക്കി എല്ലായിടത്തും ഇതല്ല ആ പൗഡർ, ഇത് സെറ്റിംഗ് പൗഡറാണ്. അതായത് ഇട്ട ലിക്വിഡ് സാധനം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പൗഡർ. ബ്യൂട്ടി ആയിണ്ടാവും. ലാസ്റ്റ് നമുക്ക് അമ്മ ഇതുവരെ നമ്മൾ കണ്ടിട്ടാ, നമുക്ക് അമ്മയ്ക്കും കൂടി കാണിച്ചു കൊടുക്കാം. അമ്മയുടെ റിയാക്ഷനും കൂടി നമുക്ക് ഒപ്പിയെടുക്കാം. ഓക്കെ, എങ്ങനെയുണ്ട് ഗൈസ്? ഇപ്പൊ നമ്മള് മേക്കപ്പിന്റെ ഒരു പകുതിയോളം സ്റ്റെപ്പ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തതാണ് അച്ഛന്റെ ഫേവറേറ്റ് സാധനം, ഐബ്രോ. അതന്നെ, അച്ഛന്റെ ഐബ്രോ അല്ല, മറ്റേ സാധനം ബ്രഷില്ലേ മുഖത്തിന്റെ, അതാണ് നെക്സ്റ്റ് നമ്മൾ ഇടാൻ പോണേ. ലൈറ്റ് ആയിട്ട് മുക്കണം, അതങ്ങനെ ലൈറ്റ് ആയിട്ടാ നമുക്ക് കിട്ടോട്ടാ. ജസ്റ്റ് 1 ടാപ്പ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ബ്ലഷ് ഒക്കെ ഇട്ടാന്നുണ്ട്. ഇനി അടുത്തത് നമുക്ക് ഇപ്പൊ മേക്കപ്പ് ഒരുവിധമൊക്കെ ആയിണ്ട് എല്ലാം. ഇനി അടുത്തത് നമുക്ക് ലിപ്സ്റ്റിക് ആട്ടാ. അയ്യോ ഇതിട്ടില്ല, ആ ബ്ലഷ് കണ്ണിന്റെ മുകളിൽ ഇടണം, ഐഷാഡോ പോലെ. വൈലറ്റ് അല്ല, ആക്ച്വലി ഒരു തിളക്കുള്ള പോലത്തെ ഒരു. അങ്ങനെ നമ്മളിപ്പോ എന്തിട്ടു, ഐഷാഡോ ഇട്ടു ഗൈസ്. ഐഷാഡോ ഇട്ട് കഴിഞ്ഞ് നമുക്ക് ലിപ്സ്റ്റിക് ഇടാല്ലേ. ലിപ്സ്റ്റിക് എന്റെ ഒരു ലിപ്സ്റ്റിക്കിന്റെ ഈ വശം പൊട്ടിപ്പോയി, ഞാൻ അപ്പുറത്തെ വശം തരാം. അതൊരു ചെറിയ സ്റ്റിക്ക് പോലത്തെ സാധനം കേട്ടാ, കണ്ടില്ലേ? സുഡിയോന്ന് എടുത്തതാണ്. ഇതാണ് സാധനം, അതിന് മൊനേമലാണ് ഉള്ളത്. ഞാൻ മിണ്ടില്ല കേട്ടാ. അമ്മേ ഈ കാണാൻ കൊതിയാവും.
ചുണ്ട് തെറ്റോ എന്നൊരു സംശയം. എനിക്ക് നല്ല സംശയമുണ്ട്. എങ്ങനെയുണ്ട് ഗൈസ്? കമന്റ് ബിലോ. ഇനി നമ്മളെ ഫൈനൽ സ്റ്റേജിലേക്ക് പോണ. ലിപ്സ്റ്റിക് അത്ര വലിയ തെറ്റൊന്നും ഉണ്ടാവില്ല. ചെറിയ ചുണ്ടിന് ചിലപ്പോ ചെറിയൊരു ഭാഗം ചിലപ്പോ ഫീൽ ചെയ്തില്ല. അങ്ങനെ പല്ലുമനുണ്ടോന്ന് എനിക്ക് അറിയാനാണ്. ഇനി അടുത്ത കൺമഷി. കൺമഷി വേണോ ഇടണോ? കൺമഷി വേണ്ട. ഇവിടെ വാലിടാൻ ഐലൈനർ ആട്ടോ കൊടുക്കണം. കൺമഷി നമ്മൾ വേണ്ടാന്ന് വെച്ച് തുമ്പത്ത് മഷിയുണ്ട്, അതുകൊണ്ടാണ് കണ്ണടച്ച് പിടിച്ചോളാം. പെർഫെക്റ്റ് ആണോ വെച്ചാ? ഓ ശരി. ഒത്തിരി കൂടും. പെർഫെക്റ്റ് അല്ലേ ഗൈസ്? വലിയ കുഴപ്പമുണ്ടാവില്ല. വലിയ കുഴപ്പമുണ്ടാവില്ല. അതും സെറ്റാന്നാണ് പറയണേ. ഇപ്പൊ എല്ലാം കഴിഞ്ഞില്ലേ? ഇനി ഇതുണ്ട് എന്തിട്ടാ? ഐബ്രോ. ഐബ്രോ പെൻസിൽ മിസ്സിംഗ് ആ. ഞാൻ ഐബ്രോ പെൻസിൽ എടുത്തിട്ട് വരാട്ടാ. പിന്നെ ഈ സാധനം ഉണ്ട്, കണ്ണും ഇടൽ ലാഷസ്. ഈ 2 സാധനം ഞാൻ എടുത്തിട്ട് വരാം. ഓക്കെ. അത് കൺപീലില്ലേ, അതും ഒരു സാധനം ഇടും. ഐബ്രോ പെൻസിലാട്ടാ ഞാൻ കൊടുത്തേ ഗൈസ്. എനിക്ക് എങ്ങാനും വല്ല പനി പിടിച്ച് കിടക്കാണ്, വല്ല ഫംഗ്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അച്ഛനെ വിളിക്കാം മേക്കപ്പ് ചെയ്യാൻ വേണ്ടിട്ട്. പൊട്ട് വേണ്ട, പൊട്ട് ഇനി മാച്ച് ആവില്ല. ഇനി ഇതെന്ത് സാധനം അറിയോ? ഇത് നമ്മുടെ ഐലാഷ് ഇല്ലേ, കൺപീലി, അതുമ്മ ഇങ്ങനെ ഇടേണ്ട ഒരു സാധനമാണ്. തൊട്ടാ ഇപ്പൊ കൈമലാവൂട്ടാച്ച. ഞാൻ ജസ്റ്റ് കാണിച്ചു. അത് വേണ്ട, അതുള്ള മേക്കപ്പ് ഒക്കെ പോവായിരിക്കും. റിസ്ക് ആണ് കൈ. നമ്മള് ഉള്ള ഇത്ര ഭംഗിയിൽ ചെയ്തിട്ട് അവസാനം. അപ്പൊ എല്ലാം കഴിഞ്ഞില്ല അച്ഛാ? എല്ലാം കഴിഞ്ഞു. അപ്പൊ ഈ അച്ഛൻ കാണാണ് ഗൈസ് ലാസ്റ്റ് ഫൈനൽ സ്റ്റേജ്. അച്ഛൻ കണ്ടോ ഈ സാധനം നോക്കണ്ടേ? വാലിട്ട് ശരിയായില്ല. ലിപ്സ്റ്റിക് ഒക്കെ കറക്റ്റാണോ? സൂപ്പർ കാണാനിട്ട് ബ്ലൈൻഡ് മേക്കപ്പ്. കണ്ണു മൂടി വിചരിപ്പിച്ച് പോയാ മതി. എന്താ ഓ ഐബ്രോസിനൊക്കെ പെർഫെക്ഷൻ. ഐബ്രോസിന് ശരിയായില്ലേ? ആ ചീക്ക് മക്കളൊന്നും ശരിയായില്ലേ? വാലിട്ട് ശരിയായില്ല. ലിപ്സ്റ്റിക് ഇതെന്താണ് അതാണ്. അച്ഛന് ഞാനും നേഹിയും കൂടാണ്ട് വേറൊരു കൊച്ചും കൂടി. അടിപൊളിയാക്കി ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോ അടുത്തതാണ് ഇതിനേക്കാൾ അടിപൊളി. കണ്ണു തുറന്ന് ഇനി നമ്മൾ ചെയ്യും ഗൈസ്. അപ്പൊ നമ്മുടെ ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ട എല്ലാരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ എന്തായാലും മറക്കരുത്. എല്ലാരും എൻജോയ് ചെയ്തു എന്ന് വിചാരിക്കണം. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുവരെ ബൈ ഗൈസ്. അച്ഛൻ ബൈ ബൈ.